ഹലോ ഓൾ, ദിസ് ഇസ് എസ് എം കോക്ക്. എസ് എം കോക്ക് എന്തിനാണ് 1 ലക്ഷം രൂപ ചോദിച്ചത്? അതും ഈ സുരേഷ് ഗോപിയുടെ മോന്റെ സിനിമയ്ക്കൊക്കെ നെഗറ്റീവ് റിവ്യൂ കൊടുക്കാതിരിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറയാൻ നാണമുണ്ടോ കോക്കെ? കോക്കിന് ഉളുപ്പുണ്ടോ? ഒരു സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ അത് ചെയ്യാതിരിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ അതങ്ങനെ ചോദിച്ചത് ശരിയായോ? നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു, അതിന് തെളിവ് എവിടെ? അതാക്കരുത് ഇതാക്കരുത് എന്തൊക്കെ ഉദ്ദേശപ്പെടുന്നത് പോലെയൊക്കെ വീഡിയോ ഇട്ടതുകൊണ്ട് കാര്യമുണ്ടോ? നമുക്കൊരു വിലയുണ്ട് കോക്കെ, വിലയുണ്ട്. അത് 1 ലക്ഷം രൂപയല്ല. ഇങ്ങനെയുള്ള ഇവന്മാരുടെയൊക്കെ സിനിമ നെഗറ്റീവ് റിവ്യൂ ചെയ്യാതിരിക്കാൻ 1 കോടി എങ്കിലും മിനിമം ചോദിക്കേണ്ടതാണ്. 1 കോടി വേണ്ട, 10 ലക്ഷത്തിൽ ചോദിക്കേണ്ടതാണ്. ഇവന്റെയൊക്കെ പടം കാണുന്നേ ചോദിക്കണം, മനസ്സിലായോ? അവന്റെ സിനിമ കാണാൻ പോണം എന്നുണ്ടെങ്കിൽ കാശ് ഇങ്ങോട്ട് തരാൻ പറയണം. അതിന് ഇവിടെ കിടന്നുകൊണ്ട് 1 ലക്ഷം രൂപ ചോദിച്ചത് നല്ല സീനാണ് കേട്ടോ. അവന്മാർ ഐഡിയ കൊള്ളാം. ചുമ്മാ അങ്ങ് പറയുക, രാവിലെ കോക്ക് 1 ലക്ഷം രൂപ ചോദിച്ചത്. ആരോട് ചോദിച്ചു? എവിടെ നിന്ന് ചോദിച്ചു? മറ്റേ ബാലയുടെ കേസിൽ എനിക്കിങ്ങനെ ഒരു സാധനം വന്നതാ. ഈ ആറാട്ടണന്റെ വഴി നമ്മൾ ചുമ്മാ പറയുന്ന പോലെ പറഞ്ഞൊരു ഓഡിയോ എടുത്തോണ്ട് വന്നിട്ട് ബാലയോട് ഞാൻ പൈസ സെറ്റിൽമെന്റ് ചോദിച്ചെന്ന് പറയുന്നത് ഒരു കഥയായിട്ട്. ഇവരോട് ഫോൺ കോൾ കാണത്തില്ല. എല്ലാം അവരത് കാണിക്കും. ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല ആൾക്കാർ. ഇവിടെ കുറെ മണ്ടന്മാരുടനെ മാർക്കറ്റിങ്ങിൽ ചെയ്തതാ. പക്ഷെ എന്ത് ചെയ്താലും ഇവന്മാർ രക്ഷപ്പെടത്തില്ല. ഇവന്റെയൊക്കെ പടം ഏതൊരു പട്ടിയെ കൊണ്ട് കാണിച്ചാൽ പട്ടി നമ്മളെ കടിക്കുന്നു ഇല്ലേ? അപ്പോഴാ പൊക്കിക്കൊണ്ട് വന്നേക്കോ കോക്ക് 1 ലക്ഷം രൂപ ചോദിച്ചത്. എന്തൊരു മണ്ടനായിരിക്കും കോക്ക് അങ്ങനെ. കോക്കിനൊന്നും അറിയത്തില്ല. കോക്ക് ഇത്രയും കൊല്ലം ജീവിച്ചത് വേസ്റ്റ് ആയിപ്പോയി. കോക്കിന് ഒരു ജീവിതാനുഭവം ഇല്ല. കോക്കിന് വേറൊന്നും അറിയത്തില്ല. അവരിങ്ങനെ പറയും, അതായത് അങ്ങോട്ട് വിളിച്ച് പറയുമെന്ന് ഇവന്മാരെയൊക്കെ. ഈ പടം ഞാൻ കാണും, നെഗറ്റീവ് റിവ്യൂ കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ തരണമെന്ന്. അതിന് 1 ലക്ഷം രൂപ ചോദിച്ചാൽ പറയാം, 10 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചേനെ. അതിന് അത്രേ ഉണ്ട് കേട്ടോ. അതിന് കോക്കിന്റെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്കൊരു വിലയുണ്ടല്ലോ. ഈ തീട്ടം കണ്ട വിലയല്ലോ ആ വില ഇല്ലേ? അവനില്ലത്, അവനതിനുള്ള വിലയില്ല. 1 ലക്ഷം രൂപ അത് കൊണ്ടുവന്ന് തന്നാൽ പോലെ ആരും മേടിക്കുമോ? അത് ഈ തീട്ടത്തിന്റെ കയ്യിന്നൊക്കെ ഗൂഗിൾ സുരേഷ് എന്റെ സിനിമ കാണാൻ പോകുന്നവർക്ക് 1 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ അവർ മുഴുവൻ കാണുമെന്ന് എനിക്കറിയത്തില്ല. പകുതി തന്നെ ഇങ്ങനെ ഇറങ്ങി പോകുമായിരിക്കും. തിയേറ്ററിലാളെ കിട്ടിയാൽ മതി, അങ്ങനെ കാക്കി സഹകരിക്കുമായിരിക്കും. അങ്ങനെ ഒരുത്തിന്റെ പടം, ആ പടം എന്ത് റിവ്യൂ ആണ് ഇവന്റെയൊക്കെ സിനിമ? കുറെ ഊക്ക് കൊടുക്കാന്നല്ലേ ഉള്ളൂ അല്ലേ? അല്ലാതെ ഇതിന് റിവ്യൂ ഉണ്ടോ? ഇതിന് റിവ്യൂ എന്നാണോ അതിന് പറയുന്നത്? അല്ലല്ലോ, ഊക്കുക. അതിന് കൊള്ളാം. അല്ലാതെ ഒന്നിനും കൊള്ളാത്തൊരുത്തൻ. അഭിനയിക്കാനും അറിയത്തില്ല. സിനിമയാണെങ്കിൽ ആരാണ്ടൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വിടുന്ന കുറെ പൊട്ടപ്പടത്തിൽ അഭിനയിക്കുന്നു. എന്നിട്ട് പന്ന പടം നാട്ടുകാർ കാണേണ്ട ഗതികേട് വരുന്നു. സുരേഷ് ഗോപിയുടെ മോനെ, മോഹൻലാലിന്റെ മോനെ, മമ്മൂട്ടിയുടെ മോനൊക്കെ ആയതുകൊണ്ട് കുറെ മക്കൾ അതിന് വന്ന് കാണിക്കുന്ന കഴിവില്ല, പ്രാപ്തിയില്ല, വേറെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഗതികെട്ട തണ്ടന്മാര് സിനിമയിലെങ്കിലും കയറി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഈ സാധനങ്ങളെയൊക്കെ അവരുടെയൊക്കെ സിനിമ കണ്ടിട്ട് അതിനെ പിന്നെ അഭിപ്രായം പറയേണ്ടി വരുന്ന ഗതികേട് അത് കോക്കിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? വേറെ എത്രയോ പടങ്ങളുണ്ട് ചെയ്യാൻ. മാത്രമല്ല ഇവന്മാരെയൊക്കെ അങ്ങനെ വിളിക്കേണ്ട കാര്യം, ഇവരൊക്കെ സിനിമ ഇറക്കിയത്, സിനിമ കണ്ടു ഇറങ്ങി ഒന്നും പറഞ്ഞു അത്രയേ ഉള്ളൂ. അല്ല ഇവർ തന്നെ വിളിക്കണം. പോസിറ്റീവ് റിവ്യൂ ആവോ സാറേ എന്ന് ചോദിച്ച് വിളിക്കും. ഞങ്ങളുടെ പടം ഒന്ന് റിവ്യൂ ചെയ്യണം, നല്ല പോസിറ്റീവ് കണ്ടോ, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയുന്ന പരിപാടി ഇവരുടെ ഉണ്ട്. എനിക്കറിയാം, മനസ്സിലായോ? നമ്മൾ പിന്നെ പരിചയമുള്ളവരുടെ പടത്തിന് മാത്രമേ ഞാൻ എന്തെങ്കിലും പോട്ടെ, കൂട്ടുകാരനായതുകൊണ്ട് പറഞ്ഞു തരുന്നത്. എന്താ അത്ര മോശം പടമൊന്നുമല്ല. എല്ലാത്തിനും ഞാൻ അങ്ങനെ എല്ലാ പടമൊന്നും കാണുകയും റിവ്യൂ ചെയ്യുന്ന ആളൊന്നുമല്ല. പ്രൊമോഷൻ ആണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെ വന്ന് പറയും, ഇത് ഈ പടം ഇങ്ങനെ ഒരു പടം ഞാൻ വന്നു, ഇതിൻ്റെ ആളാണ്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ടേ. എന്നാലും ഞാൻ പടമൊന്നും കാണാൻ പറയത്തൊന്നുമില്ല, പടം ഇഷ്ടപ്പെടണമെന്നും പറയത്തില്ല. അതിങ്ങനെ നമ്മളിങ്ങനെ വന്നു പോയി അത്ര. അല്ലാതെ പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല, എന്ത് തോന്നുന്നു അതിന് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് കരുതി പറയുന്നതല്ല. ആ പടം എന്താണോ അത് ഇതാണ്, ഇതേ വരൂ, ഇത്രയല്ലേ സംഭവിച്ചത്, അതിനെപ്പറ്റിയല്ലേ പറയുന്നത്. ഇപ്പം എന്താ മോഹൻലാൽ ചെയ്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്തൊന്നും ഞാൻ പറയത്തില്ല. അയാൾ പറയുന്ന ഓരോന്നിനും കമൻറ്റ് തിരിച്ച് പറയുന്നതായി കാണുന്നത്. അല്ല ആ മനുഷ്യനെ ടാർഗറ്റ് ചെയ്താണ് പുറകെ പോയി വീട്ടിൽ ചെന്ന് ക്യാമറ വെച്ചിട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു സീനും എൻ്റെ ഇല്ലേ. എൻ്റെ ഡ്രോണൊന്നും പറഞ്ഞ് മോഹൻലാലിൻ്റെ വീടിനകത്ത് നിന്ന് നോക്കി നിൽക്കുന്നൊന്നുമില്ല. വാർത്തക്കാർ ചെയ്യുന്ന പോലെ ജീവിൻ്റെ പുറകെ ഡ്രോൺ പറപ്പിച്ചതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് സംഭവം ഉണ്ടാകുന്നു, അതിനെപ്പറ്റി എൻ്റെ ഒരു കമൻറ്റ് പറയുന്നു, അത്രയും ഞാൻ ചെയ്തു. അതുപോലെ തന്നെ കോഴിക്കോട് ഇരുന്നുകൊണ്ട് ഒരു സിനിമയെ പറ്റി റിവ്യൂ ചെയ്യണം. അപ്പോഴാണ് ഒരുത്തന്മാർ വേറെ ഡബിൾ സാധനം കൊണ്ട് വന്നേക്കുക, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കോക്ക് പൈസ വെച്ചു എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിശ്വസിച്ച് ഗൂഗിൾ സുരേഷിൻ്റെ പടത്തിന് നെഗറ്റീവ് റിവ്യൂ ചെയ്യാതിരിക്കാൻ, പോസിറ്റീവ് റിവ്യൂ ചെയ്യാൻ വേണ്ടി കാശ് മേടിച്ചിട്ട് റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമെന്ന്. ഇത് നെഗറ്റീവ് റിവ്യൂ ഇടണമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ റിവ്യൂ കണ്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഇട്ടാൽ തന്നെ അത് കാശ് കൊടുക്കാഞ്ഞത് കൊണ്ടാണ് അതിട്ടെന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ. എല്ലാവരും ഈ പടമൊക്കെ മികച്ചതായനെ. എന്തൊരവസ്ഥയാണ് ഇതൊക്കെ.
അവന്മാരുടെ ഒരു ധാരണ നോക്കിക്കോടെ, അവര് ഒരു ഊളത്തരം കാണിക്കുന്നതിന്. ഇവന്മാർ എന്ത് തരം ഊളകളായിരിക്കും? ഇത്രയും പൊട്ടന്മാർ കേരളത്തിലുണ്ടോ? ഇത് ഇങ്ങനെയുള്ളവന്മാരുടെ മക്കളൊക്കെ എങ്ങനെ ഇങ്ങനെ പൊട്ടന്മാരാണ്? അതിന് ഇറങ്ങിയേക്കും അവൻ. ഈ സുരേഷ് ഗോപിയുടെയൊക്കെ മോനല്ലേ? വേറെ എന്ത് കൂടുതൽ പ്രതീക്ഷിക്കാനായിരുന്നൊക്കെ എനിക്കറിയത്തില്ല. ഐഡിയ ആണെന്ന് തോന്നുന്നു, ആരുടെയോ ഐഡിയ ആണ് കേട്ടോ. അങ്ങനെ അത് 10 പേര് അറിഞ്ഞു. കൊള്ളാം, ഐഡിയ കൊള്ളാം. ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ ബട്ട് ദ പേഷ്യന്റ് ഡൈഡ്.